ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്നത്തെ സന്ധ്യ പ്രാർത്ഥനയിൽ കൃപാസനം പ്രത്യക്ഷീകരണ പ്രാർത്ഥന, പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ സഹായം തേടിയുള്ള പ്രാർത്ഥന ചൊല്ലുകയാണ്. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരൻ്റെ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, 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 നന്ദി. ഹല്ലേലൂയ. കർത്താവേ, അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിന് ഓരോ നിമിഷവും ഞങ്ങളെ കൃപയോടെ ഞങ്ങളെ കാത്തു പരിപാലിക്കുന്ന കർത്താവ് ഈശോ മിശിഹായുടെ തിരുസന്നിധിയിലിരുന്ന് പ്രാർത്ഥിക്കാൻ അയോഗ്യരായ ഞങ്ങളെ തിരുരക്തത്താൽ കഴുകി വചനം കൊണ്ട് നിറച്ച് പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഹല്ലേലൂയ. ഈശോയെ, അമ്മേ, പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ, പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ച കഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്രവിധി പ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിൻ്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിൻ്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിൻ്റെ ദുരിതാവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. അമ്മേ, പരിശുദ്ധ അമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. അമ്മേ, പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിൻ്റെ പ്രത്യേക നിയോഗം, എല്ലാവരുടെയും രോഗാവസ്ഥകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെയും ജോലി സംബന്ധിച്ചുള്ള വിഷയങ്ങളിൽ, ഭാരപ്പെടുന്ന വിഷയങ്ങളിൽ, വിസ തടസ്സങ്ങളിൽ, വിദേശത്തേക്ക് പോകുവാൻ തടസ്സപ്പെട്ട് കിടക്കുന്ന അവസ്ഥകൾ, സാമ്പത്തിക പ്രതിസന്ധികൾ, കടഭാരങ്ങൾ, മാനസിക നില സമ്മർദ്ദം മൂലം ഉറങ്ങാൻ പോലും കഴിയാത്ത ആൾക്കാർ, ഓരോ കാര്യത്തിൽ ഇറങ്ങി പുറപ്പെടുമ്പോഴും തടസ്സങ്ങൾ അനുഭവിക്കപ്പെടുന്നവർ, കുഞ്ഞുങ്ങൾ മുതൽ വാർദ്ധക്യം സഹജമായ അസുഖങ്ങൾ വരെ കിടക്കുന്ന ആൾക്കാർ, കുഞ്ഞുങ്ങൾ മുതൽ വയസ്സായവർ വരെയുള്ള വേദന അനുഭവിക്കുന്ന ക്യാൻസർ, ഡയാലിസിസ്, ഇങ്ങനെയുള്ള പേഷ്യൻസ്, ട്യൂമറുകൾ, ബ്രെയിന്, അങ്ങനെയുള്ള ജീവിതത്തിൻ്റെ വഴിമുട്ടി നിൽക്കുന്ന അവസ്ഥയിലുള്ള ഓരോ വ്യക്തികളെയും കുടുംബങ്ങളെയും അവരുടെ നിയോഗങ്ങളെയും പ്രാർത്ഥനകളെയും ഒക്കെ ഞാനും ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ലോക നന്മയ്ക്കായും സുരക്ഷയ്ക്കായും പ്രാർത്ഥിക്കുന്നു. യുദ്ധങ്ങളൊക്കെ അവസാനിച്ച് ലോക സമാധാനം വീണ്ടെടുക്കുവാനായും അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്ന, എന്നെപ്പോലെ പ്രാർത്ഥിക്കുന്ന, ജോലികൾ നഷ്ടപ്പെടുമോ എന്നുള്ള ഭയമോർത്ത് അങ്ങനെയൊക്കെ വിഷമിച്ചിരിക്കുന്ന, പ്രാർത്ഥിച്ചിട്ടും ദൈവമേ എന്തേ എൻ്റെ വിളി കേൾക്കാത്തത് ദൈവമേ എന്ന് ഭയവിഹ്വലതയോടെ വ്യാകുലതകളോടെ ഭാവിയെക്കുറിച്ചുള്ള വ്യാകുലപ്പെടുന്ന വിഷയങ്ങളെ ഓർത്ത് ഒക്കെ നിയോഗങ്ങൾ അമ്മയെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ചെറുതും വലുതുമായ എല്ലാ വിഷയങ്ങളിലും അമ്മയുടെ ശക്തമായ മാധ്യസ്ഥത്തിന് മേൽ കർത്താവിൻ്റെ കൃപ എല്ലാവരുടെയും മേലുണ്ടാകുവാനും കർത്താവിൻ്റെ കരങ്ങൾ എല്ലാവരുടെയും മേൽ പ്രവർത്തിക്കുവാനും ഞാൻ ആത്മാർത്ഥമായി ഈ സന്ധ്യാനേരത്ത് പ്രാർത്ഥിക്കുന്നു. അത് വീഡിയോ ചെയ്താൽ ഒരാളെങ്കിലും ഇതിൽ പങ്കെടുത്താൽ അവർക്കും കേൾക്കുവാനും അതുവഴി ഒരാളുടെ പ്രാർത്ഥനയുടെ ബലം കൂടി കൂടുമല്ലോ എന്ന് കരുതിയാണ് വീഡിയോ ഇടുന്നത്. കാരണം ഗ്രൂപ്പായി പ്രാർത്ഥിച്ചാൽ ഒരാൾ വിളിക്കുന്നതിനെക്കാട്ടിയും കൂടുതലായി നമ്മൾ ഗ്രൂപ്പായിട്ട് പ്രാർത്ഥിച്ചാൽ ദൈവം പെട്ടെന്ന് വിളി കേൾക്കും എന്നാണല്ലോ. അതുകൊണ്ട് എല്ലാം എൻ്റെയും എന്നെപ്പോലെ പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും, പ്രാർത്ഥന ഇല്ലാത്തവരെ പോലും കൂട്ടിച്ചേർത്ത് പ്രാർത്ഥിക്കുന്നു. കാരണം വിഷമഘട്ടങ്ങൾ വരുമ്പോൾ നമ്മളാരും പ്രാർത്ഥിക്കാൻ മടിക്കുന്ന ആൾക്കാരാണ് ഭൂരിപക്ഷം ആൾക്കാരും. ദൈവത്തെ പഴി പറയുകയും ദൈവം എന്തിനെന്നെ ശിക്ഷിക്കുന്നു എന്ന് പറയുകയും
ഇത്രയും ശിക്ഷിച്ചത് പോരെ ദൈവമേ, നീ എന്തിനെന്നെ കണ്ണുനീര് കുടിപ്പിക്കുന്നു എന്നൊക്കെ പിറുപിറുക്കുകയും പഴിപറയുകയും ചെയ്യുന്ന ജനതകൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ഞാനും അങ്ങനത്തെ ഒരാളായിരുന്നു എന്നല്ല, ഇപ്പോഴും മുന്നിലുള്ള പ്രതിസന്ധികൾ ഘട്ടങ്ങൾ വരുമ്പം ദൈവത്തെ വിളിക്കുമെങ്കിലും പറയും, ദൈവമേ, നീ എന്നെ കരയിക്കാനോ വിഷമിപ്പിക്കാനോ ആണെങ്കിൽ നീ എന്നെ എന്താ ചെയ്യേണ്ടതെന്ന് നീ തീരുമാനിക്കുന്നവരെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ദൈവത്തോട്. അപ്പോൾ അത് പരിശുദ്ധ അമ്മയുടെ ശക്തമായ മാധ്യസ്ഥം അമ്മ മക്കളെ കൈവിടാതെ എല്ലാവരെയും കാത്തു പരിപാലിക്കട്ടെ. അമ്മയുടെ ഉള്ളം കയ്യിൽ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന മക്കളുടെ എല്ലാ നിയോഗങ്ങളുടെയും മേൽ ശക്തമായ അമ്മയുടെ മാധ്യസ്ഥം അമ്മയുടെ തിരുക്കുമാരനോട് പറഞ്ഞ് എല്ലാവർക്കും സാക്ഷ്യങ്ങൾ പറയാൻ വെളിപ്പെടുത്തുവാൻ ആ പുണ്യഭൂമിയിൽ പോയി അമ്മയെ കണ്ട് സന്ദർശിക്കുവാനുമൊക്കെയുള്ള കൃപയും അനുഗ്രഹവും എല്ലാം എല്ലാ ഭവനത്തിലും വെളിച്ചമായി ദൈവത്തിൻ്റെ വചനത്തെ അയച്ച് ശക്തിപ്പെടുത്തട്ടെ. ആ ഭവനങ്ങളും ഓരോ വ്യക്തികളുടെ ആത്മാവും ശരീരവും ഒക്കെയും എല്ലാം അമ്മയുടെ മാധ്യസ്ഥ ശക്തിക്ക് മുന്നിൽ കരങ്ങൾ സമർപ്പിച്ച് നിയോഗം സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെയും എല്ലാവരുടെയും ഈ നിയോഗങ്ങളെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ ശക്തിയാൽ അമ്മയുടെ പ്രത്യക്ഷീകരണം നൽകി കർത്താവിൻ്റെ തിരുസന്നിധിയിൽ എത്തിച്ച് ഞങ്ങൾക്ക് യോഗ്യരാക്കി ഞങ്ങൾക്കത് തന്നരുളണമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ പിറന്ന് പന്തിയോസ് പിലാത്തോസിൻ്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്നും മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരയണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരയണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്തവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് അനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആമേൻ. അമ്മേ, പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ദേശത്തിനും മാധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ, പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്രവിധി പ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിൻ്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിൻ്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച ജീവിതത്തിൻ്റെ ദുരന്താവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. അമ്മേ, പരിശുദ്ധ അമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. അമ്മേ, പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസന പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിൻ്റെയും എല്ലാവരുടെയും പ്രത്യേക നിയോഗങ്ങളെ സന്ധ്യാപ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തി അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ അനുഗ്രഹവേള അതെല്ലാവർക്കും സാധിച്ചു തരുവാൻ കനിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു.
അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ പിറന്ന് പന്തിയോസ് പിലാത്തോസിൻ്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരയണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരയണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്തവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും, പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആമേൻ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരൻ്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ ഓർത്ത് ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ.